മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണം ഈ ദിവസം നിങ്ങൾക്ക് ലഭിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനത്തില് നമ്മൾ കാണുന്നത്, യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം തന്റെ ശിഷ്യന്മാരിൽ ഒരുവനെ പറഞ്ഞുവിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന്. പിതാവായ ദൈവം രക്ഷകനായ ഈശോയെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതിന് മുന്നോടിയായി വഴിയൊരുക്കാനായിട്ട് അയച്ചവനാണ് യോഹന്നാൻ. പക്ഷേ വഴിയൊരുക്കാൻ വന്നവന് പോലും ഈശോയെ രക്ഷകനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അവന്റെ അരികിൽ തന്നെ രക്ഷകൻ നിന്നിട്ടും അവൻ എവിടെയാണെന്നോ ആരാണെന്നോ തിരിച്ചറിയാനായിട്ട് വഴിയൊരുക്കാൻ വന്ന യോഹന്നാന് സാധിക്കാതെ പോവുകയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായാണ് ഈശോ ഈ ലോകത്തിൽ ജീവിച്ചത്. അവൻ രോഗികളുടെ ഇടയിലായിരുന്നു, വേദനിക്കുന്നവരുടെ ഇടയിലായിരുന്നു, പാപികളോട് വചനം പറയുന്ന തിരക്കിലായിരുന്നു അവൻ. ഈ ലോകത്തിൽ വന്നത് തന്റെ മഹത്വം മുഴുവനും വെടിഞ്ഞ് ഒരു സാധാരണക്കാരനായിട്ടാണ്. സാധാരണക്കാരുടെ ജീവിതത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിലേക്ക് രക്ഷയുടെ അനുഭവം പകർന്നു നൽകുന്നവനായിരുന്നു ക്രിസ്തുനാഥൻ. അതുകൊണ്ട് തന്നെ അവനെ തിരിച്ചറിയാനായിട്ട് വഴിയൊരുക്കാൻ വന്നവന് പോലും സാധിക്കാതെ പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്: ഈശോനാഥൻ കണ്ണുനീരൊഴുക്കുന്നവന്റെ കൂടെയുണ്ട്. ഈശോനാഥൻ വേദനിക്കുന്നവന്റെ കൂടെയുണ്ട്. ഈശോനാഥൻ ഇല്ലായ്മകളുടെ വഴിയിലൂടെ കടന്നുപോകുന്നവന്റെ കൂടെയുണ്ട്. ഈശോനാഥൻ തകർന്നവന്റെ ജീവിതത്തിന്റെ അരികിലുണ്ട്. ഈശോനാഥൻ അധ്വാനിക്കുന്നവന്റെ അരികിൽ നിന്ന് അധ്വാനത്തിൽ അവനെ സഹായിക്കുന്നുണ്ട്. ജീവിതത്തിൽ വേദനിക്കുന്നവന്റെ അരികിൽ നിന്ന് അവന്റെ വേദനകൾ ഏറ്റുവാങ്ങുകയും ആ വേദനകൾക്ക് പരിഹാരം നൽകുകയും ചെയ്യുന്നവനാണ് ക്രിസ്തുനാഥൻ എന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. ഈ ദിവസം ഈ വചനം നീ ശ്രവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വേദനകളുണ്ടോ? നിന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടോ? അധ്വാന ഭാരത്തിൽ വലയുന്ന ഒരു വ്യക്തിയാണോ നീ? ഇല്ലായ്മകളുടെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ നീ? നീ തിരിച്ചറിയണം, നിന്റെ അരികിൽ ക്രിസ്തുവുണ്ട്. നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്നെ സഹായിക്കാനായിട്ട്, നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്നെ രക്ഷിക്കാനായിട്ട്, നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ സന്തോഷം നൽകുവാനായിട്ട് ക്രിസ്തു നിന്റെ ജീവിതത്തിന്റെ അരികിലുണ്ട്. അത് നീ വിശ്വസിക്കണം. അരികിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് നിനക്ക് സാധിക്കണം. ഓരോ നിമിഷവും നിന്റെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ചിന്ത, എന്റെ കഷ്ടപ്പാടിൽ, എന്റെ വേദനയിൽ, എന്റെ കണ്ണുനീരിൽ, എന്റെ അധ്വാനങ്ങളിൽ, എന്റെ ഇല്ലായ്മകളിൽ എന്റെ ക്രിസ്തു എന്റെ കൂടെയുണ്ട്. അവൻ എന്നെ സഹായിക്കും. ഈ ഒരു ബോധ്യം ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഈ ബോധ്യത്തിൽ ജീവിതത്തിന്റെ വഴികളിൽ നടക്കുന്നവർക്കാണ് രക്ഷയുടെ അനുഭവം ലഭിക്കുക. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിന്റെ അരികിലേക്ക് രക്ഷ നൽകിക്കൊണ്ടാണ് ക്രിസ്തുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ജീവിത വഴികളിൽ ഒറ്റപ്പെട്ടും വേദനിച്ചും തകർന്നും അധ്വാനിച്ചു നിൽക്കുന്ന വ്യക്തിയാണ് നീ എങ്കിൽ ഈശോ നിന്നോട് പറയുക, നിന്റെ കൂടെ ഞാനുണ്ട്. നീ ഒറ്റയ്ക്കല്ല. നിന്റെ കണ്ണുനീര് ഞാൻ ഒപ്പും. നിന്റെ വേദനകൾ ഞാൻ ഏറ്റെടുക്കും. നിന്റെ തകർച്ചകൾ ഞാൻ ഏറ്റെടുക്കും. നിനക്ക് രക്ഷ നൽകും. കരങ്ങൾ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ വേദനകളെയും ദുഃഖങ്ങളെയും കണ്ണുനീരനുഭവങ്ങളെയും ഇല്ലായ്മകളെയും എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവവേദ്യമാക്കണമേ എന്ന് അപേക്ഷിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ. ഇവരുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളിലും വേദനകളിലും കണ്ണുനീരനുഭവങ്ങളിലും അധ്വാനങ്ങളിലും അങ്ങ് കൂടെയുണ്ടെന്നും അങ്ങ് സഹായിക്കുമെന്നും രക്ഷിക്കുമെന്നും സന്തോഷം നൽകുമെന്നുള്ള ബോധ്യം ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആഴത്തിലുള്ള വിശ്വാസം ഇവർക്ക് നൽകണമേ. ഈശോയെ അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഇവരെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ദിവ്യകാരുണ്യത്താൽ ഇപ്പോൾ കൽപ്പിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മക്കളിൽ നിന്ന്, ഇവരുടെ കുടുംബത്തിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് ഈ ദിവസം സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും തകർച്ചകളും ദുരിതങ്ങളും പീഡകളും പിശാചിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രലോഭനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു.
ഈ ദിവസത്തെ ഇവരുടെ എല്ലാ അധ്വാനങ്ങൾക്കും കർത്താവിന്റെ കൃപ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.